കൊല്ലം ഹോക്കിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിൽ കുട്ടികൾക്കായി നടക്കുന്ന ക്യാമ്പ്. അവിടേക്കാണ് ഒളിമ്പ്യൻ PR ശ്രീജേഷ് എത്തിയത്. ഈ ഹാർഡ് വർക്കിനൊരു പ്രശ്നം എന്താണെന്നറിയാമോ? കഴുതയും ഹാർഡ് വർക്ക് ചെയ്യും, കുതിരയും ഹാർഡ് വർക്ക് ചെയ്യും, അല്ലേ അല്ലേ? പക്ഷെ കഴുതേനെ എന്തുകൊണ്ട് നമ്മൾ കഴുതാന്ന് വിളിക്കുന്നത്, കുതിരേനെ എന്തുകൊണ്ടാണ് കുതിര എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ട് 5 5 15 പറഞ്ഞ് പഠിക്കാൻ പറ്റില്ലേ? അല്ലേ? പറ്റില്ലേ? പറ്റും. 5 5 15 എന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റും. പക്ഷെ അത് ശരിയാണോ? പക്ഷെ പഠിക്കാൻ പറ്റുമോ? അതാണ് വ്യത്യാസം. 5 5 10 എന്നുള്ളതും 5 5 15 എന്നുള്ളതും രണ്ടും നമ്മൾ പഠിക്കുന്ന പോലെ ഇരിക്കും. കഴുത എന്താ ചെയ്യുന്നത്? 5 5 15 എന്ന് പറഞ്ഞ് പഠിക്കും. കുതിരയോ 5 5 10 എന്ന് പറഞ്ഞ് പഠിക്കും. അപ്പൊ ആരാ നല്ലത്? കുതിര. അതുപോലെയാണ് നിങ്ങളും. ഹോക്കിയിലെ ഭാവി താരങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശ്രീജേഷ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇനിപോലെ നാളെ ഒരു ട്രെയിനിങ്ങിന് വരുമ്പോഴത്തേക്കും സ്വപ്നം കാണണം. എനിക്ക് ഇന്ത്യൻ ടീമിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്രൗണ്ടിൽ വരുന്നത്. ഓരോ ദിവസവും ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴും സ്റ്റിക്ക് എടുക്കുമ്പോഴും പാഡ് കെട്ടുമ്പോഴും അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം, ഞാൻ ഇന്നലത്തേക്കാളും നന്നായിട്ട് ഇന്ന് ട്രെയിനിങ് ചെയ്തോ, ഞാൻ ഇന്നലത്തേക്കാളും നന്നായിട്ട് ഇന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ട് നോക്കണം. തന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പറഞ്ഞ ഹോക്കി താരങ്ങളുടെ മനസ്സ് കീഴടക്കി. ഞാൻ ഹോക്കി കളിക്കാൻ തുടങ്ങിയത് 8ാം ക്ലാസ്സിലാണ്. ഓക്കെ, 8ാം ക്ലാസ്സിൽ ഹോക്കി ആദ്യം പഠിക്കുന്നു. പിന്നെ +2 വരെ പഠിച്ചു. +2 പഠിക്കുന്ന സമയത്തേക്ക് ഇന്ത്യൻ ക്യാമ്പിൽ കയറി. +2 പഠിക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ കളിച്ചു. അപ്പോൾ ഈ 4ലും 5ലും ഒക്കെ പഠിക്കുന്ന നിങ്ങൾ ഈ സമയത്തെ ഹോക്കി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങൾ സ്വപ്നം കാണണം. നേരെ ഗ്രൗണ്ടിലേക്ക്. ഭാവി കായിക താരങ്ങൾക്കൊപ്പം പന്ത് കെട്ടി പരിശീലനം. അതിനിടെ സംശയങ്ങളുമായി കുഞ്ഞ് വനിതാ ഹോക്കി താരം കൂടി അടുത്തെത്തി. അപ്പോൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ് ചെയ്തെന്നല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ചിക്കൻ കറി കഴിക്കുമ്പോൾ നല്ല രസമല്ലേ, പക്ഷെ അതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? അറിയാവാ? അതുപോലെയാണ് ഒരു പാസ് ചെയ്യുമ്പോഴും. ഇഷ്ടതാരം മുന്നിലെത്തിയപ്പോൾ അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ കുട്ടികൾ ചുറ്റും കൂടി. സെൽഫി എടുക്കാനുള്ള തിക്കും തിരക്കും. അത്ലറ്റിക്സിൽ നിന്ന് ഹോക്കിയിലേക്ക് നയിച്ച കോച്ച് S ജയകുമാറും ജൂനിയർ ഇന്ത്യൻ ടീമിൽ ആദ്യമായി കളിച്ചപ്പോൾ കോച്ചായിരുന്ന രവിവർമ്മ CS ശ്രീജേഷിനൊപ്പം ഉണ്ടായിരുന്നു എന്നതും കൗതുകമായി. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. നമുക്കിപ്പം കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന വാക്കുകളാണ് ഒളിമ്പ്യൻ്റേത്. വളരെ മനോഹരമായ രസകരമായ ഉദാഹരണങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ വിവരിക്കുന്നത്. കൊല്ലത്തിന് ഹോക്കിക്ക് ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെ ഉള്ള കൊല്ലത്ത് നിന്ന് കുറേയേറെ ഹോക്കി താരങ്ങൾ, അതായത് 140ഓളം കുട്ടികൾ, 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ ഹോക്കി പരിശീലിക്കാൻ വേണ്ടി എല്ലാ ദിവസവും കൊല്ലം ഹോക്കി സ്റ്റേഡിയത്തിൽ എത്തുന്നുണ്ട്. അവർക്ക് മുന്നിലേക്കാണ് അവരുടെ ഇഷ്ടതാരമായിട്ടുള്ള, ഹോക്കിയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ എല്ലാം ഇഷ്ടതാരമായിട്ടുള്ള PR ശ്രീജേഷ് എത്തിയത്. ഉച്ചയോടുകൂടി ശ്രീജേഷ് അവിടേക്ക് എത്തി. അവിടെ ആ സമയത്തൊക്കെ തന്നെ കുട്ടികൾക്ക് ഇതെന്തൊരു അത്ഭുതമാണോ എന്നുള്ളൊരു സംശയമായിരുന്നു. കാര്യം അവരൊക്കെ തന്നെ TV-യിലൂടെ അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെ മാത്രം കണ്ടിട്ടുള്ള അവരുടെ പ്രിയപ്പെട്ട ഗോൾ കീപ്പർ, ഇന്ത്യയുടെ വൻമതിൽ എന്ന്, ഹോക്കിയെ വൻമതിൽ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന PR ശ്രീജേഷ് എത്തിയപ്പോൾ അവർക്കൊക്കെ തന്നെ കൗതുകമായിരുന്നു. അവരെല്ലാം തന്നെ കരഘോഷത്തോടു കൂടിയാണ് ശ്രീജേഷിനെ സ്വീകരിച്ചത്. പിന്നീട് അവിടെ ഒരു ചെറിയ ചടങ്ങുണ്ടായിരുന്നു. ആ സമയത്താണ് ശ്രീജേഷ് ആ കുട്ടികളോട് നല്ല ഒരു മോട്ടിവേഷൻ ഒരു ക്ലാസ് എടുത്തത്. കാര്യം പലപ്പോഴും ഒരു കളിയെ സ്നേഹിക്കുമ്പോൾ എങ്ങനെ കളിയെ സ്നേഹിക്കണം, കളിയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, കളി എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞത് ഒരു ഉദാഹരണമാണ്, ഒരു കഴുതയുടെയും കുതിരയുടെയും ഉദാഹരണമാണ്. അന്നേരം ആദ്യം ചോദിച്ചത് എന്താണ് ഒരു കായിക താരത്തിന്, ഒരു ഹോക്കി താരത്തിന് വേണ്ട ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് ചോദിച്ചപ്പോൾ അത് ഒരു കഠിനാധ്വാനമാണെന്നാണ് കുട്ടികൾ ഭൂരിപക്ഷവും പറഞ്ഞത്. അന്നേരം അദ്ദേഹം പറയുകയുണ്ടായി, കഴുതയും കുതിരയും ഒരുപോലെ കഠിനാധ്വാനം ചെയ്യാറുണ്ട്, പക്ഷേ കഴുത തോൽക്കുകയും കുതിര ജയിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ്, മറുചോദ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏത് സമയത്താണ് കഠിനാധ്വാനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കഠിനാധ്വാനം ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം എടുക്കുക. അത് കൃത്യമായ തീരുമാനമായിരിക്കണം. അല്ലാത്ത പക്ഷം കഴുതകളെ പോലെ പരാജയപ്പെടും. കറക്റ്റ് സമയത്താണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് കുതിരകളെ പോലെ കുതിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമായി മാറുമെന്ന് പറയുകയും തൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ, താൻ ഹോക്കിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ടീമിൽ വരുമെന്നോ അല്ലെങ്കിൽ ഒളിമ്പ്യൻ ആകുമെന്നോ ഒന്നും തന്നെ തുടക്കത്തിലൊന്നും ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്രമേണ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ തന്നെ തീർച്ചയായിട്ടും കണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലയിലെത്തിയത്. അതേപോലെ തന്നെയാണ് ആ കുഞ്ഞുങ്ങളുടെ അടുത്തും അദ്ദേഹം ഒളിമ്പ്യൻ പറഞ്ഞത്, സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കണ്ട് വളരുക, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്.